പിന്നെ അത് മാത്രമല്ല, ഇത് കാലം കണക്ക് ചോദിച്ചതാണ്. അതായത് താങ്കളെപ്പോലുള്ള പുരുഷന്മാർ യുവതികളെ പല പേര് പറഞ്ഞ് വീട്ടിലിരുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരെ തല തിരിഞ്ഞിട്ട് ഒരുപാട് കെട്ടാച്ചരക്കുകൾ എന്ന ലേബൽ ഒട്ടിച്ച് ഒരുപാട് സ്ത്രീകൾ വീടുകളെ അകത്തളങ്ങളിൽ നരകിച്ച ഒരു കാലഘട്ടം കൂടെ ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു അടിയാണ് ഈ പുരുഷന്മാർ ഇന്ന് അനുഭവിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഒരു കുടുംബജീവിതം വേണം എന്നുള്ളതിനെ പറ്റിയൊന്നും ഇപ്പോഴുള്ള പെൺകുട്ടികൾ ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. നമ്മളൊരു കുട്ടികൾ കുടുംബമായിട്ട് ഭദ്രതയോടെ ജീവിക്കണം എന്നുള്ള കാലഘട്ടമായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ അത്രയ്ക്കും അത് ഒരു കുറച്ചുകൂടി നേരെ മാറിയിരിക്കുന്നു. എന്താ പറയുക, അവരൊന്നും കൂടി മുകളിലേക്ക് ചിന്തിക്കുന്നു. കുടുംബം ഇല്ലെങ്കിലും കുട്ടികളില്ലെങ്കിലും അവർക്ക് ജീവിച്ചു പോകാമെന്നുള്ളൊരു സ്വന്തം കാലിൽ നിലയുറപ്പിക്കുക എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളെ മനസ്സെന്നാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാനുള്ള താല്പര്യമില്ല. എന്താ പറയുക, പഠിച്ച് ജോലി സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി കിട്ടിക്കാൻ അവർക്ക് ഫാമിലീൻ്റെ ആവശ്യമില്ല. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്, ഇറ്റ്സ് മീ ശ്യാം പ്രകാശ്. പെണ്ണ് കിട്ടാത്ത കേരളം എന്ന സൂപ്പർ ഹിറ്റ് വീഡിയോയുടെ 4ാം പാർട്ടാണ് ഇത്. സമൂഹത്തിലെ വിവിധ വ്യക്തിത്വങ്ങൾ ഈ ഒരു വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കുന്നത് കേൾക്കാം. ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ശ്യാമിൻ്റെ യാത്രയിലേക്ക്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് നമ്മോട് പ്രതികരിക്കുന്നത് വടകരയിലെ പ്രശസ്ത മാധ്യമപ്രവർത്തകയും സാമൂഹിക പ്രവർത്തകയുമായ ലീഷ്യ മാഡമാണ്. മാഡത്തിന് നമ്മോട് എന്താണ് സംസാരിക്കാമെന്ന് നോക്കാം. പെണ്ണ് കിട്ടാനില്ല എന്ന് പറഞ്ഞത് പെൺകുട്ടികൾ നാട്ടിൽ ഇല്ലാഞ്ഞിട്ടല്ല, അത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. പെൺകുട്ടികളാണ് ഇന്ന് ധാരാളമായിട്ടുള്ളത്. പെണ്ണ് കിട്ടാത്ത അവസ്ഥ ഉള്ളത് ഇപ്പോൾ ഒരു എബോവ് 40 ആ ഒരു ഏജിലുള്ള ആൾക്കാർക്കായിരിക്കാം താങ്കൾ പറഞ്ഞ ഒരു അവസ്ഥ എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. അതായത് 40-ന് മുകളിൽ ഒരു 50-ഉം 55-ഉം പ്രായമായവർക്ക് കല്യാണം കഴിക്കാതെ പെണ്ണ് കിട്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതേസമയം ഒരു ബിലോ 30-ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ജനറേഷൻ അവരുടെ ഭാവി സെറ്റിൽമെൻറ്റ് ചെയ്യുന്നു. അതായത് നല്ല വിദ്യാഭ്യാസം, ജോലി, അതേപോലെ ഈക്വാലിറ്റിയാണ് ഇന്ന് പെൺകുട്ടികൾക്കുള്ളത്. അപ്പോൾ അവർ സ്വയം തന്നെ അവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പം വിദ്യാഭ്യാസവും ജോലിയും അതിൻ്റെ കൂടെ തന്നെ വിവാഹവും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇന്ന് നിലവിലുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു ജനറേഷൻ, അതായത് എബോവ് 40-ക്കാണ് നമ്മൾ പറഞ്ഞ ഒരു ദുരവസ്ഥ. അതിൻ്റെ കാരണം പെട്ടെന്നുണ്ടായ ഒരു മാറ്റം, ജനറേഷൻ ഗ്യാപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു അവസ്ഥയിൽ പെൺകുട്ടികൾക്ക് മറ്റെല്ലാവരും പറയുന്ന പോലെ തന്നെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ, ആ ഒരു പ്രവണത ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു അവസ്ഥ നിലനിൽക്കുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ഈ ന്യൂജൻ യുവാക്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥ, നിങ്ങൾ ഈ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് 100%. അങ്ങനെയാണ് എൻ്റെ ഒരു കണ്ടെത്തലും ധാരണയും. മാഡം നേരത്തെ പറഞ്ഞ പോലെ 30 വയസ്സ് കഴിഞ്ഞിട്ട് 40 വയസ്സിന് ശേഷമാണ് ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 40 വയസ്സ് എത്തുന്നതിന് മുമ്പിട്ട് തന്നെ ഇവർ 30-35 കഴിഞ്ഞിട്ടാണ് 40-ൽ എത്തുന്നത്. ഈ സമയത്ത് പോലും അവർ പെണ്ണ് കണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് പെണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ 30 to 40 ആ ഏജിൻ്റെ ഉള്ളിൽ അവർ കല്യാണം കഴിക്കാതെ ആയിപ്പോയത്? അതായത് കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം തന്നെയായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അതായത് ആ ഒരു സമയത്ത് ആൺകുട്ടികൾ ഒരു 10th അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ജോലിക്കായിട്ട് വിദേശങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ കിട്ടുന്ന ജോലി സ്വീകരിക്കുക എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അതേസമയം പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടേയിരുന്നു, അവർ വിദ്യാഭ്യാസപരമായി ഉയർന്നു. അപ്പോൾ വിവാഹത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും തങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു അവരെക്കാളും ഉയർന്ന ഒരു ജീവിത രീതി കിട്ടണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയും വാശിയും ഒക്കെ കാണിച്ചു. അതുകൊണ്ടാണ് ആ ഒരു ഏജിൽ അങ്ങനെ ആവാനുള്ള ഒരു സാധ്യത. പിന്നെ അത് മാത്രമല്ല, ഇത് കാലം കണക്ക് ചോദിച്ചതാണ്. അതായത് താങ്കളെപ്പോലുള്ള പുരുഷന്മാർ യുവതികളെ പല പേര് പറഞ്ഞ് വീട്ടിലിരുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരെ തല തിരിഞ്ഞിട്ട് ഒരുപാട് കെട്ടാച്ചരക്കുകൾ എന്ന ലേബൽ ഒട്ടിച്ച് ഒരുപാട് സ്ത്രീകൾ വീടുകളെ അകത്തളങ്ങളിൽ നരകിച്ച ഒരു കാലഘട്ടം കൂടെ ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു അടിയാണ് ഈ പുരുഷന്മാർ ഇന്ന് അനുഭവിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതിനെനിക്ക് യാതൊരു മടിയുമില്ല. കാരണം മുടി കുറവാണ്, കളറ് കുറവാണ്, പല്ലിന് ഗ്യാപ്പ്, അങ്ങനെ പല ചെറിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വേണ്ട എന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരെ കാലം തിരിച്ച് ചോദിക്കുകയാണ്. അതായത് ചൂസ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഇവർക്കും കിട്ടിയിരിക്കുകയാണ്. എനിക്ക് അയാളെ വേണ്ട, ഇന്ന പോലുള്ള ആളായിരിക്കണം എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്ന്
പറയാനുള്ള ഒരു ചങ്കൂറ്റം ഇന്നത്തെ പെണ്ണിനുണ്ട്. അത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഉന്നതി, ഒരു സ്വയം പര്യാപ്തത, അതിലൂടെ കൈവന്ന ഒരു മാറ്റം തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് യുവതികൾക്ക് പറയാം ആരെ കൂടെ ജീവിക്കണം, എങ്ങനെയുള്ള ആളായിരിക്കണം നമ്മുടെ ലൈഫ് പാർട്ട്ണർ. അതുകൊണ്ട് തന്നെ അവരുടെ മേലെയുള്ള ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു പ്രവണതയും ഇന്ന് കുറവാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് വേണ്ട എന്ന് ഒരു തീരുമാനമെടുക്കാനും ഒരു സ്വയം പര്യാപ്തത സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ആർജവം ഇന്നത്തെ തലമുറയ്ക്കുണ്ട്. മാഡം, ഇന്നത്തെ കാലത്ത് ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ പെൺകുട്ടി കിട്ടുന്നില്ല, എന്തുകൊണ്ടായിരിക്കും അത്? പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വിദ്യാഭ്യാസ മേഖലയിൽ പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാളും ഒരുപാട് ഉയർന്നിരിക്കുന്നു, സ്വന്തമായിട്ട് നിലനിൽക്കാൻ കഴിയുമെന്നുള്ളൊരു തോന്നൽ വന്നിരിക്കുന്നു. പിന്നെ ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് എങ്കിലും ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവർ കുറവാണ്, നല്ല നല്ല മേഖലയിൽ ജോലി ചെയ്യുന്നവർ കുറവാണ്. അപ്പോൾ പെൺകുട്ടികൾ സ്വയം ചിന്തിക്കുന്നു, സ്വന്തം കാലിൽ നിലയുറപ്പിക്കുക, നിൽക്കുക, ജീവിക്കുക. അപ്പോൾ നമുക്ക് ആൺകുട്ടികളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആശ്രയമായിട്ട് അവർ വേണമെന്നുള്ള ഇല്ല എന്നുള്ളൊരു ചിന്താഗതി വരെ വരുമാനം കണ്ടെത്താന്നുള്ളൊരു മാർഗം അവർ സ്വന്തമായിട്ട് നേടിയെടുത്തത് കൊണ്ട് ഒരു കുടുംബജീവിതം വേണം എന്നുള്ളതിനെ പറ്റിയൊന്നും ഇപ്പോഴുള്ള പെൺകുട്ടികൾ ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയല്ല, നമ്മളൊരു കുട്ടികൾ കുടുംബമായിട്ട് ഭദ്രതയോടെ ജീവിക്കണം എന്നുള്ള കാലഘട്ടമായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ അത്രയ്ക്കും അത് ഒരു കുറച്ചുകൂടി നേരെ മാറിയിരിക്കുന്നു. എന്താ പറയുക, അവരൊന്നും കൂടി പിന്നെ മുകളിലേക്ക് ചിന്തിക്കുന്നു. കുടുംബം ഇല്ലെങ്കിലും എന്താണ് കുട്ടികളില്ലെങ്കിലും അവർക്ക് ജീവിച്ചു പോകാമെന്നുള്ളൊരു സ്വന്തം കാലിൽ നിലയുറപ്പിക്കുക എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളെ മനസ്സെന്നാണ് തോന്നുന്നത്. പണ്ട് ഒരു കെട്ടുറപ്പോടെ ജീവിക്കണം എന്നുള്ളതായിരുന്നു പണ്ടത്തെ മനസ്സും പണ്ടത്തെ ജീവിത രീതിയും. എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല, സ്വന്തം കാലിൽ നിലയുറപ്പിച്ച് ആരെയും ആശ്രയിക്കാതെ ജീവിക്കുക എന്നുള്ളൊരു മനോഭാവമാണ്. അതുപോലെ തന്നെ അവർക്ക് കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ അവരെ പോലെ എഡ്യൂക്കേറ്റഡ് ആയ നല്ലൊരു ജോലിയുള്ള ഒരാളെ മാത്രം കല്യാണം കഴിക്കുക. അപ്പോൾ നമ്മളെ സാധാരണ രീതിയിൽ പണ്ട് ജീവിച്ചവർക്കൊക്കെ ഇന്ന് ഇപ്പോൾ ഒരു 35 മുതൽ 45, 50-ൻ്റെ ഉള്ളിൽ വരെ ഒരുപാട് പേര് കല്യാണം കഴിക്കാതെ ഇപ്പോൾ നമുക്ക് നാട്ടിൽ നമുക്ക് ഉണ്ട്. ലേഡീസും ഉണ്ട്, ലേഡീസ് കുറവാണ്, പക്ഷേ പുരുഷന്മാരാണ് കൂടുതലുള്ളത്. അപ്പം പക്ഷേ അവരെയൊക്കെ എന്താ പറയുക, ഒരു കുടുംബജീവിതം വേണം എന്നുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നമ്മൾ അവരൊക്കെ ഒരു ജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ആ തലമുറയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരു കുടുംബജീവിതം നമുക്ക് അല്ലാതെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ പല മാർഗങ്ങളും പല പങ്കാളികളെയും കിട്ടും. പക്ഷേ ഭാവിയിൽ നമ്മൾ എന്താ പറയുക, ഒരൊറ്റപ്പെട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ പണം കൊണ്ട് എല്ലാം നേടാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് പോരാന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ചിലപ്പം ഭാവിയിൽ കുറേ കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് ഒറ്റപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട്. ഒരു ഏജ് കഴിയുമ്പോൾ, ഒരു 70 വയസ്സ് കഴിയുമ്പോൾ നമ്മളൊരു വൃദ്ധസദനത്തിലേക്കോ, കുട്ടികളുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേങ്കിലും നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് അതുവരെ നമ്മളെ കുഞ്ഞുങ്ങൾ നമ്മളെ സംരക്ഷിക്കുന്നുള്ളൊരു തോന്നൽ. പക്ഷേ അത് കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ നമ്മളെ തഴയപ്പെടും, ചിലപ്പോൾ നമ്മൾ സുഖസുന്ദരമായിട്ട് ജീവിക്കാനും പറ്റും. പക്ഷേ അതിനെപ്പറ്റിയൊന്നും ഇപ്പോഴുള്ള തലമുറ ആലോചിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവർക്ക് പിന്നെ എന്താ പറയുക, ഇപ്പോൾ അടിച്ചു പൊളിക്കുക, ജീവിക്കുക, സന്തോഷിക്കുക, അവർ എൻജോയ് ചെയ്യുക, അവർക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ കൂടെ നടക്കാൻ നിൽക്കുക, അത് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കുറച്ച് പേരൊക്കെ എങ്കിലും വിവാഹം ചെയ്ത് ജീവിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് പേരാണെങ്കിൽ അവർ ആ സമയത്തുള്ള സന്തോഷം അത് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ പുതിയ തലമുറയായാലും പഴയ തലമുറയായാലും ഒരു കുടുംബജീവിതത്തിൻ്റെ കെട്ടുറപ്പോടെ ജീവിക്കുന്നതാണ് എപ്പോഴും ഭദ്രത. എന്തൊരു മറ്റൊരു ഇഷ്ടം ഉണ്ടെങ്കിലും സ്നേഹം ഉണ്ടെങ്കിലും അതെന്നും നമുക്കൊരു കൂടെ ഒരു പങ്കാളി ഉണ്ടായി അതിനെ സംരക്ഷിച്ചുകൊണ്ടും അതിനെ സ്നേഹിച്ചുകൊണ്ടും ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടാനില്ല കേരളത്തിൽ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? പറഞ്ഞോളൂ. എൻ്റെ അഭിപ്രായത്തിൽ കല്യാണം വേണ്ട എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. നിങ്ങൾ കല്യാണം വേണ്ട എന്നുള്ള ഒരാളാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ? റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ ഒരാളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ പിള്ളേർക്കെല്ലാം ഓരോ ഡിമാൻഡുകളല്ലേ. കറക്റ്റാണ്, അതനുസരിച്ചാണ്. നിങ്ങളെ ഇഷ്ടത്തിനുള്ള ഒരാളെ കാണുവാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കും. അതെ. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ പിന്നെ കല്യാണമേ വേണ്ട എന്നുള്ള കൺസെപ്റ്റ് മാറും അപ്പോഴല്ലേ? മാറാതിരിക്കും. എന്നാലും പൊതുവെ പറയുകയാണെങ്കിൽ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ ഒരാളാണ് അല്ലേ? ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് നല്ല കാര്യം. പക്ഷേ നമുക്കൊരു കുടുംബവും കുട്ടികളൊക്കെ ഉണ്ടാവണം എന്നുള്ളത് ഒരു അടുത്ത ജനറേഷൻ സൃഷ്ടിക്കേണ്ട ഒരു സംഭവം നമ്മളല്ലേ? അതെ, ശരിയാണ്. പക്ഷെ അത് എന്താ, അയാളുടെ ലൈഫ് ഒരാൾക്ക് വേണ്ടി കൊടുത്തിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയല്ലേ? മീൻസ് ആ ഫാമിലിക്ക് വേണ്ടി കൊടുത്തിട്ട് അല്ലാണ്ട് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടുന്നില്ല. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ടുള്ള അർച്ചന മാഡത്തിന് ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത്?
ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാനുള്ള താല്പര്യമില്ല. എന്താ പറയുക, പഠിച്ച് ജോലി സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഫാമിലീൻ്റെ ആവശ്യമില്ല. സ്വന്തമായിട്ട് അവർക്ക് സമ്പാദിക്കാൻ കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. താല്പര്യമില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഗവൺമെൻറ് എംപ്ലോയീസിനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നുള്ള വാശി പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് പലരും പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ് എംപ്ലോയീസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇല്ല അല്ലേ? എന്നുവെച്ചാൽ അവർക്ക് അവരുടേതായ രീതിയിൽ പൈസയും ഇതും ഉണ്ട്. പക്ഷെ കല്യാണത്തിനോടൊരു താല്പര്യമില്ല. ആൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയെ നേടുക, അതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ. പിന്നെ എന്ന് വെച്ചാൽ പണ്ട് ചെയ്തതിൻ്റെ ദോഷഫലമാണ് ഇപ്പൊ ഇവര് അനുഭവിക്കുന്നത്, ആണുങ്ങൾ അനുഭവിക്കുന്നത്. അതെന്താണോ പണ്ട് ചെയ്ത ദോഷം? പണ്ട് എന്ന് വെച്ചാൽ പിന്നെ ഓരോ പെൺകുട്ടികളെ പെണ്ണ് കാണാൻ വന്നു കഴിഞ്ഞാൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവരെ ഒഴിവാക്കിയതിന്റെ ഇതാണിപ്പോ കാലചക്രം തിരിച്ചിട്ട് കൊടുത്ത്. അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കതൊരു തിരിച്ചടി ആവശ്യമാണ്. ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്ക് തിരിച്ചടി ആവശ്യമാണ്. കാരണം ഒരു പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പെണ്ണിനെ കാണാൻ വന്നു കഴിഞ്ഞാൽ മുടിയില്ല, പല്ലൊന്തിയ്, പിന്നെ ഭംഗിയില്ല, പിന്നെ ഉയരയില്ല, തടി കൂടുതലാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരാ അന്നുണ്ടായിരുന്നു. അന്ന് പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനും കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും അവരുടെ കാര്യങ്ങൾ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാനും മാത്രമുള്ള ഒരു ഉപകരണമായിട്ട് അന്ന് കണ്ട്. ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളെല്ലാം വിദ്യാഭ്യാസം ഉള്ളതാണ്, അവര് സ്വന്തമായിട്ട് ഏണിങ്സ് ഉള്ളവരാണ്. അപ്പൊ അവരെ കാഴ്ചപ്പാടുകളൊക്കെ മാറി. ഇന്ന് ഭർത്താവിനെ തന്നെ ഒപ്പം തുല്യത കാണുന്ന ആൾക്കാരായി ഇന്ന്. അതുകൊണ്ടായിരിക്കും അവർ ചൂസ് ചെയ്തിട്ടെടുക്കുന്നത്. ഒരു സൈക്കോളജിക്കൽ കൗൺസിലറും ഫാമിലി കൗൺസിലറുമായിട്ടുള്ള സാറിന് ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ഇത്തരത്തിലൊരു വിഷയം തിരഞ്ഞെടുത്തതിന് തന്നെ ആദ്യം ഞാൻ ശ്യാമിന് അഭിനന്ദനം പറയുകയാണ്. കാരണം വളരെ പ്രസക്തമായ ഒരു വിഷയമാണിത്, ആനുകാല പ്രസക്തിയുള്ളൊരു വിഷയമാണിത്. കാരണം ധാരാളം ചെറുപ്പക്കാർ തങ്ങൾക്ക് ഒരു പങ്കാളിയെ കിട്ടാതെ ബുദ്ധിമുട്ടുന്നൊരു അവസ്ഥയാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണാൻ പറ്റുന്നത്. ഇത് മൊത്തം കേരളീയ സമൂഹത്തെ ബാധിച്ചൊരു വിഷയമാണ്. കല്യാണപ്രായം എത്തിയിട്ടും കല്യാണം കഴിക്കാൻ പറ്റാത്ത, തനിക്ക് ഒരു പങ്കാളിയെ കിട്ടാതെ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയായി മാറുന്ന, അത് പിന്നീട് ഒരു പ്രശ്നമായി മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ പ്രസക്തമാണ്. ഇതിൻ്റെ സാമൂഹിക പശ്ചാത്തലം നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ ഒരുപാട് വിദ്യാഭ്യാസം നേടിയിരിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസം അവർ നേടിയിരിക്കുന്നു, അവരുടെ സങ്കല്പങ്ങൾ മാറിയിരിക്കുന്നു. അവരുടെ പഴയ ജീവിത ചുറ്റുപാടിൽ നിന്നും പുതിയ കാലഘട്ടത്തിലെത്തിയപ്പോൾ അവർ ഒരുപാട് മുമ്പ് പറഞ്ഞിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള ആ വീട്ടിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഇപ്പോൾ അരങ്ങിൽ തന്നെയാണ് അവരുള്ളത്. അരങ്ങിൽ നിന്ന് അവർ വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾ. അപ്പോൾ അതോടൊപ്പം നമ്മുടെ ആൺകുട്ടികളെ എങ്ങനെയാണ് ഈ രീതിയിലുള്ള കാഴ്ചപ്പാടിൻ്റെ മാറ്റങ്ങൾ ആൺകുട്ടികൾ അതിനോട് എത്തിച്ചേർന്നിട്ടുണ്ടോ എത്തിയിട്ടില്ലേ എന്നുള്ളൊരു വിഷയം ഇവിടെ പ്രസക്തമാണ്. പക്ഷേ എന്നിരുന്നാലും ഓരോ ചെറുപ്പക്കാർക്കും അനുയോജ്യരായ പെൺകുട്ടികളെ കണ്ടെത്തുന്നതിലും സാധാരണ നമ്മുടെ വീടുകളിൽ നിന്ന് പെൺകുട്ടികളുടെ കാര്യത്തിൽ കൊടുക്കുന്ന ശ്രദ്ധ ആൺകുട്ടികളുടെ കാര്യത്തിലും ചെറുപ്പത്തിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിനെ അവർക്ക് ആൺകുട്ടികൾക്ക് തരണം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് ആൺകുട്ടികൾ കല്യാണപ്രായം എത്തിയിട്ടും കല്യാണം കഴിക്കാൻ അനുയോജ്യരെ കുട്ടികൾ കിട്ടാത്ത അവസ്ഥ വരുമ്പോഴാണ് വീട്ടുകാർ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും പിന്നീട് അവർക്ക് വയസ്സ് 35, 36, 40 അങ്ങനെ 40 കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മടുപ്പുണ്ടാവും. ആൺകുട്ടികൾക്ക് മടുപ്പുണ്ടാവും, വീട്ടുകാർക്ക് മടുപ്പുണ്ടാവും. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഈ ചെറുപ്പക്കാർ കല്യാണപ്രായത്തിലും കല്യാണം കഴിക്കാൻ പറ്റാത്ത സമൂഹത്തിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലും. അപ്പോൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവർ കണ്ടെത്തുക അത്തരത്തിലുള്ളൊരു കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ആയി. അത് പിന്നീട് അവരുടെ എന്തായാലും മനുഷ്യൻ്റെ ഒരു പ്രഷർ സീക്കിങ് ലിവിങ് ആണല്ലോ. അപ്പോൾ ഈ എങ്ങനെ എന്തിൽ പ്രഷർ കണ്ടെത്തുമെന്ന് അവർ അന്വേഷിക്കുമ്പോൾ അത് മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കുമാണ് എത്താറുണ്ട്. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക,
കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.